ഹലോ എവ്രി വൺ. ജൂൺ മാസത്തിൽ മാർക്കറ്റിന് സംഭവിച്ച ഇടിവിൽ നിന്നും ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയവരുടെ കൂട്ടത്തിൽ ഫണ്ട് മാനേജേഴ്സും ഉണ്ടാകും. ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാഡ് മാക്രോ എക്കണോമിക് കണ്ടീഷൻസിനും ഉയർന്ന വോളറ്റിലിറ്റിക്കും ഒക്കെ ഇടയിലും മാർക്കറ്റിലേക്കുള്ള ഡൊമസ്റ്റിക് ഫണ്ടുകളുടെ വരവ് കുറഞ്ഞില്ല എന്നതാണ്. ഏപ്രിൽ മുതൽ ജൂൺ പകുതി വരെയുള്ള സമയത്ത് നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ഇൻഡെക്സിൽ വളരെ വലിയ കറക്ഷൻ സംഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പല സ്റ്റോക്കുകളും ഡിസ്കൗണ്ടിൽ വാങ്ങി തങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ലോഡ് ചെയ്യാൻ സ്മോൾ ക്യാപ് സ്പേസിലുള്ള ഫണ്ട് മാനേജേഴ്സിന് കാര്യമായി സാധിച്ചു. ആ കാലയളവിൽ ഉയർന്ന വോളറ്റിലിറ്റിയും റിസ്ക്കും ഉണ്ടെങ്കിലും ഉയർന്ന റിട്ടേൺസ് ഇൻവെസ്റ്റേഴ്സിന് നൽകാൻ പൊട്ടൻഷ്യൽ ഉള്ളവയാണ് സ്മോൾ ക്യാപ് സ്റ്റോക്സ്. ഈ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ക്ഷമയും ഭാഗ്യവും ഒക്കെ വേണം ഇൻവെസ്റ്റ്മെന്റിനെ നല്ല സമ്പാദ്യമായിട്ട് വളർത്താൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട് ഹൗസസ് ഈ അടുത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള 5 സ്മോൾ ക്യാപ് സ്റ്റോക്സിനെ കുറിച്ചാണ്. വളരെ റാപ്പിഡായി ബിസിനസ് വളർന്നു വരുമെന്നും മാർക്കറ്റ് ഷെയർ വർദ്ധിക്കുമെന്നും എക്സ്പെക്ട് ചെയ്യുന്ന കമ്പനീസ് ആണ് സ്മോൾ ക്യാപ് കമ്പനീസ്. ഒപ്പം തന്നെ ഹയർ റിസ്ക് ടോളറൻസും ആവശ്യമാണ് ഈ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അക്കോർഡിംഗ് ടു സെബി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള റാങ്കിംഗ് എടുക്കുമ്പോൾ 251 റാങ്ക് മുതൽ ഉള്ള കമ്പനികളാണ് സ്മോൾ ക്യാപ് കമ്പനീസ് ആയിട്ട് പരിഗണിക്കപ്പെടുന്നത്. ഈ വീഡിയോയിൽ കഴിഞ്ഞ ജൂൺ മാസം മാക്സിമം മ്യൂച്വൽ ഫണ്ട് ബൈക്കിംഗ് നടത്തപ്പെട്ട 5 സ്മോൾ ക്യാപ് കമ്പനീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അസെൻഡിംഗ് ഓർഡറിലാണ് ഈ ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ മ്യൂച്വൽ ഫണ്ട് ബൈക്കിംഗ് നടന്ന കമ്പനി ഏറ്റവും അവസാനമാണ് നമ്മൾ പറയുക. ആൻഡ് പ്ലീസ് നോട്ട്, 2022 ഓഗസ്റ്റ് 11 മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസ് ആണ് ഈ വീഡിയോക്ക് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത്. വെൽക്കം ടു ഗ്രോ മലയാളം. ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേസ് വീഡിയോ. ഫസ്റ്റ് കമ്പനി സഫയർ ഫുഡ്സ് ഇന്ത്യ ലിമിറ്റഡ്. പിസ്സ ഹട്ട്, KFC, ടാക്കോ ബെൽ തുടങ്ങിയ ധാരാളം ബ്രാൻഡുകൾ ഓൺ ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫാസ്റ്റ് ഫുഡ് കോർപ്പറേഷനാണ് എം ബ്രാൻഡ്സ് ഇൻകോർപ്പറേറ്റഡ്. ഈ എം ബ്രാൻഡ്സിന്റെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസീസ് ആണ് സഫയർ ഫുഡ് ലിമിറ്റഡ്. ഇന്ത്യ, ശ്രീലങ്ക, മാൽഡീവ്സ് എന്നീ രാജ്യങ്ങളിലായി 579 KFC, പിസ്സ ഹട്ട് ആൻഡ് ടാക്കോ ബെൽ റെസ്റ്റോറൻറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഈ കമ്പനി. സഫയർ ഫുഡ്സ് മൗറീഷ്യസും QSR മാനേജ്മെന്റ് ട്രസ്റ്റുമാണ് കമ്പനിയുടെ നിലവിലെ പ്രൊമോട്ടേഴ്സ്. സമാര ക്യാപിറ്റൽ, ഗോൾഡ്മാൻ സാച്ചസ്, CX പാർട്ട്നേഴ്സ്, ക്രീഡർ ആൻഡ് ഇഡൽവീസ് തുടങ്ങിയവ ഉൾപ്പെടുന്ന റെപ്യൂട്ടഡ് ആയ ഒരു ഇൻവെസ്റ്റർ പ്രൊഫൈൽ സപ്പോർട്ട് ഈ കമ്പനിക്കുണ്ട്. ഈ ജൂൺ മാസം ഈ കമ്പനിയുടെ എത്ര ക്വാണ്ടിറ്റിയാണ് മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിയത് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നെറ്റ് ക്വാണ്ടിറ്റി ബോട്ട് 5,87,838 crores, അപ്രോക്സിമേറ്റ് വാല്യൂ 63.13 crore rupees. ഫിനാൻഷ്യൽ ഇയർ 2021 മോശം ഓവറോൾ ഫിനാൻഷ്യൽ പ്രൊഫൈലിൽ നിന്നും ഒരു തിരിച്ചുവരവ് നടത്തിക്കൊണ്ട് ഫിനാൻഷ്യൽ ഇയർ 2022 ഒരു സ്ട്രോങ് ഓവറോൾ ഫിനാൻഷ്യൽ പ്രൊഫൈൽ സഫയർ ഫുഡ് ഇന്ത്യാസ് ലിമിറ്റഡ് കാഴ്ചവെച്ചിട്ടുണ്ട്. കമ്പനിയുടെ റവന്യൂസ് കോവിഡിന് മുൻപുണ്ടായിരുന്ന ലെവലിനെ മറികടന്നിട്ടുമുണ്ട്. സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ കൂടി വരുന്നത് കൊണ്ട് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ മാർജിൻസിലും നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ കമ്പനിക്ക്. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം, ഫിനാൻഷ്യൽ ഇയർ 2021 നിന്നും 2022 എത്തുമ്പോൾ ഈ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് റവന്യൂ 69% ആണ് ഗ്രോ ചെയ്തിട്ടുള്ളത്. 1019.6 കോടിയിൽ നിന്നും 1721.6 കോടിയിലേക്ക്. ഇനി കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിനെ കുറിച്ച് പറയാം. നെറ്റ് കറന്റ് അസറ്റ്സിനെയും കറന്റ് ലയബിലിറ്റീസിനെയും ക്യാഷ് ആക്കി മാറ്റാൻ എടുക്കുന്ന ടൈമാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കമ്പനിയുടെ സെയിൽസ് എല്ലാം നടക്കുന്നത് ക്യാഷ് ബേസിസിലായതുകൊണ്ടും ഫാസ്റ്റർ ഇൻവെന്ററി ടേൺ ഓവർ ഉള്ളതുകൊണ്ടും കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ നെഗറ്റീവ് ആണ്. ഒരു നല്ല ബിസിനസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേസമയം ശ്രീലങ്കയിൽ നിലവിലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസും ഇന്ത്യയിലെ ഇൻഫ്ലേഷണറി പ്രഷറും ഒക്കെ സഫയർ ഫുഡ്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ മാർജിൻസിൽ നിയർ ടേം പ്രഷർ ഉണ്ടാക്കും. ഇന്ത്യൻ റുപ്പിയുമായുള്ള വിനിമയത്തിൽ ശ്രീലങ്കൻ റുപ്പിക്ക് ഉണ്ടാകുന്ന മൂല്യ തകർച്ച മീഡിയം ടേമിലേക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ ബാധിക്കുകയും ചെയ്യും. മാത്രമല്ല കമ്പനി നല്ല ഇന്റൻസ് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നുണ്ട് അൺഓർഗനൈസ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ് ക്വിക്ക് സർവീസ് റെസ്റ്റോറന്റ് പ്ലെയേഴ്സിൽ നിന്നും, ലൈക്ക് ഡൊമിനോസ്, മക്ഡൊണാൾഡ്സ് ആൻഡ് ബർഗർ കിങ്. ഇങ്ങനെയുള്ള ഒരു എക്കണോമിക് എൻവയോൺമെന്റിൽ ഗ്രോത്ത് നിലനിർത്താനും പ്രോഫിറ്റ് മാർജിൻ ഇംപ്രൂവ് ചെയ്യാനുമുള്ള കമ്പനിയുടെ കഴിവ് വളരെ ക്രിറ്റിക്കൽ ആണ്. ഇനി കമ്പനിയുടെ ചില പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം നമുക്ക്. ഇതിൽ 2 ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ പ്രൈസസും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 200 ഡേയ്സ് സിമ്പിൾ മൂവിംഗ് ആവറേജും RSIയും. ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 200 DMAക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ ആ സ്റ്റോക്ക് ബുള്ളിഷ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി പ്രൈസ് 200 DMAക്ക് താഴെയാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ സ്റ്റോക്ക് ബെയറിഷ് ആണെന്ന് പറയാം. ഇനി RSIയെ കുറിച്ച് പറയുകയാണെങ്കിൽ 30 താഴെയുള്ള RSI വാല്യൂ സാധാരണ കൺസിഡർ ചെയ്യുന്നത് ഓവർസോൾഡ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാകാം. അതായത് ഒരു ഡൗൺ ട്രെൻഡ് പെട്ടെന്ന് ഒരു അപ് ട്രെൻഡിലേക്ക് നയിച്ചേക്കാം. ഇതേപോലെ RSI വാല്യൂ എബവ് 70 ആണെങ്കിൽ അത് ഓവർബോട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാകാം. സെക്കൻഡ് കമ്പനി അനുപം രസായൻ ഇന്ത്യ ലിമിറ്റഡ്.
സ്പെഷ്യാലിറ്റി കെമിക്കൽസ് മാനുഫാക്ചറിംഗിലാണ് അനുപം രസായൻ ഇന്ത്യ ലിമിറ്റഡ് മെയിൻ ആയിട്ടും എൻഗേജ് ചെയ്തിരിക്കുന്നത്. ലൈഫ് സയൻസ് റിലേറ്റഡ് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ആൻഡ് അതർ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് എന്നിങ്ങനെ രണ്ട് സെഗ്മെന്റ്സിന് കീഴിലായിട്ടാണ് ഈ കമ്പനി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് നിർമ്മിക്കുന്നത്. ഇതിലെ ലൈഫ് സയൻസ് സ്പെഷ്യാലിറ്റി കെമിക്കൽ സെഗ്മെന്റ് ആണ് റവന്യൂവിന്റെ മോർ ദാൻ 95% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബാക്കി സ്പെഷ്യാലിറ്റി കെമിക്കൽ സെഗ്മെന്റിൽ നിന്നും വരുന്നതാണ്. ജൂൺ മാസം ഈ കമ്പനിയുടെ എത്ര ക്വാണ്ടിറ്റിയാണ് മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിയിട്ടുള്ളതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നെറ്റ് ക്വാണ്ടിറ്റി ബോട്ട് 1,24,432 crores. Approximate value 66.47 crore rupees. ഈ കമ്പനിയുടെ ഒരു കീ സ്ട്രെങ്ത് ഇവർക്കുള്ള സ്ട്രോങ് ആൻഡ് ഡൈവേഴ്സിഫൈഡ് ക്ലയൻസും അവരുമായിട്ടുള്ള ലോങ് ടേം ബിസിനസ് റിലേഷൻഷിപ്പുമാണ്. സ്പെഷ്യാലിറ്റി കെമിക്കൽ ഇൻഡസ്ട്രിയിൽ മാർക്കറ്റ് ലീഡറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഈ കമ്പനിക്ക് ആയിട്ടുണ്ട്. UPL ലിമിറ്റഡ്, സുമിറ്റോമോ കെമിക്കൽ കമ്പനി ലിമിറ്റഡ്, സിജന്ത ഏഷ്യ പസഫിക് പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയ റെപ്യൂട്ടഡ് കസ്റ്റമേഴ്സ് ഇവർക്കുണ്ട്. യൂറോപ്പ്, ജപ്പാൻ, സിംഗപ്പൂർ, ചൈന, നോർത്ത് അമേരിക്ക എന്നിവിടങ്ങളിലായി ഇന്റർനാഷണലി തന്നെ ഈ കമ്പനിക്ക് പ്രസൻസും ഉണ്ട്. ഫിസിക്കൽ ഇയർ 2022-ൽ പെർസെന്റേജ് ഓഫ് എക്സ്പോർട്ട് 56% ആയിരുന്നു. വരും വർഷങ്ങളിൽ ഇത് 50 മുതൽ 55% വരെ ആയിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. എല്ലാ വർഷവും പുതിയ കൺസ്യൂമേഴ്സിനെ കൊണ്ടുവരാൻ ഇവർക്കാകുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 2022-ൽ 68 ക്ലയൻസ് ഉണ്ടായിരുന്നു. ഫിനാൻഷ്യൽ ഇയർ 2018-ൽ ഇത് 53 ആയിരുന്നു. കമ്പനിയെ സംബന്ധിച്ച് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കൂടി വരുന്ന ഇൻവെന്ററി ഡേയ്സ് ആണ്. ഇൻവെന്ററിയെ ക്യാഷ് ആക്കി മാറ്റാൻ വേണ്ട ആവറേജ് ടൈം പീരീഡ് ആണ് ഇൻവെന്ററി ഡേയ്സ്. ഈ കമ്പനിയുടെ ഇൻവെന്ററി ഡേയ്സ് ഇങ്ങനെ കൂടാനുള്ള കാരണം പുതിയ പ്രൊഡക്ട്സും നിലവിലുള്ള പ്രൊഡക്ട്സും ഒക്കെ ക്ലയൻസിലേക്ക് സ്മൂത്ത് ആയി ട്രാൻസിഷൻ ചെയ്യേണ്ടത് കൊണ്ടാണ്. ഉക്രൈൻ റഷ്യ വാർ കാരണം ഉണ്ടാകാവുന്ന സപ്ലൈ ചെയിൻ തടസ്സങ്ങൾ മറികടക്കാൻ വേണ്ടി ഉയർന്ന ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ട് കമ്പനിക്ക്. പക്ഷേ ഇത് ഇംപ്രൂവ് ചെയ്ത് വന്ന് കോവിഡിന് മുൻപുള്ള നിലയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനു പുറമെ കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സും ക്യാഷ് കൺവേർഷൻ ഡേയ്സും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് കുറവാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിനെ സെയിൽസ് റവന്യൂ ആക്കി മാറ്റുന്നതിൽ കമ്പനി എഫിഷ്യന്റ് ആണ് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഈ കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് കൂടി വരികയാണ് ചെയ്യുന്നത്. ഇനി ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്താണെന്ന് പറയാം. ഇൻവെന്ററി, പ്രൊഡക്ഷൻ എന്നിങ്ങനെയുള്ള ഓപ്പറേഷൻസിന് വേണ്ടി ഇറക്കിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിനെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സെയിൽസ് റവന്യൂ ആയി മാറ്റാനെടുക്കുന്ന ടൈമാണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ അല്ലെങ്കിൽ ക്യാഷ് കൺവേർഷൻ ഡേയ്സ്. അപ്പോൾ ഇതും കൂടി വരികയാണ് ഈ കമ്പനിയെ സംബന്ധിച്ച്. ഇനി ഈ കമ്പനിയുടെ ചില പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം. തേർഡ് കമ്പനി വിമാർട്ട് റീറ്റെയിൽ ലിമിറ്റഡ്. 2002-ൽ തുടങ്ങിയ വിമാർട്ട് ഒരു കംപ്ലീറ്റ് ഫാമിലി റീറ്റെയിൽ സ്റ്റോർ ചെയിൻ ആണ്. അപ്പാരൽ, ഫുട്വെയർ ആൻഡ് ആക്സസറീസ് ഫോർ മെൻ, വിമൻ ആൻഡ് കിഡ്സ് എല്ലാം വിമാർട്ടിലൂടെ കിട്ടുന്നു. ഇതിന് പുറമെ വേറെയും വൈഡ് റേഞ്ച് ഓഫ് ഹോം ഫർണിഷിംഗ്, ജനറൽ മെർച്ചൻഡൈസ്, ടോയ്സ്, ടേബിൾ വെയർ, യൂട്ടൻസിൽ ആൻഡ് അതർ ഹോം യൂട്ടിലിറ്റി ഐറ്റംസ് ഒക്കെ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഹൈ ക്വാളിറ്റി അഫോർഡബിൾ ഫാഷൻ ഡെലിവറി ചെയ്യുന്നതിൽ 17 വർഷത്തെ അനുഭവ സമ്പത്ത്, 17 സംസ്ഥാനങ്ങളിലെ 171 ടൗണുകളിലായുള്ള 200-ലധികം വരുന്ന സ്റ്റോറുകളിലൂടെയുള്ള വൈഡ് നെറ്റ്വർക്ക്, പ്രൈസ്ലെസ് ഫാഷൻ എന്ന മോട്ടോ, ഇതെല്ലാം ഓരോ വർഷവും 3 കോടി സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റ് പിടിച്ചു പറ്റുന്നുണ്ട്. ജൂൺ മാസം ഈ കമ്പനിയുടെ എത്ര ക്വാണ്ടിറ്റിയാണ് മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിയതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നെറ്റ് ക്വാണ്ടിറ്റി ബോട്ട് 3,32,273 crores. അപ്രോക്സിമേറ്റ് വാല്യൂ 95.71 crores. വിമാർട്ടിന്റെ ഒരു കീ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ അടുത്ത കാലങ്ങളിലായി ഓർഗാനിക്കലി ആയും ഇനോർഗാനിക്കലി ആയും ഒരു നല്ല വേഗതയിൽ കമ്പനി വളർന്നിട്ടുണ്ട് എന്നതാണ്. ഓർഗാനിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ 22% 5-year CAGR ഇൻ റീറ്റെയിൽ ഏരിയ. എക്സ്റ്റെൻസീവ്ലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് ടീമിന്റെ സപ്പോർട്ട് കൊണ്ടാണ് ഇത് സാധിക്കുന്നത്. ഇനോർഗാനിക് ഗ്രോത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയർ 2022-ൽ ഈ കമ്പനി അരവിന്ദ് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ്സ് ലിമിറ്റഡിന്റെ സബ്സിഡിയറി ആയ അൺലിമിറ്റഡ് എന്ന ബ്രാൻഡിന്റെ 74 സ്റ്റോറുകൾ ക്യാഷ് കൺസിഡറേഷനിൽ ഏറ്റെടുത്തിരുന്നു. ഈ അക്വിസിഷൻ സൗതേൺ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യൻ ജോഗ്രഫീസിലേക്ക് പെട്ടെന്ന് കടന്നു കയറാനുള്ള വേഗത വിമാർട്ടിന് നൽകി. അതിന്റെ കൂടെ അൺലിമിറ്റഡ് ഓൾറെഡി ഉണ്ടാക്കിയെടുത്ത എസ്റ്റാബ്ലിഷ്ഡ് മാർക്കറ്റ് പ്രസൻസ്, ബ്രാൻഡ് റെക്കഗ്നിഷൻ ആൻഡ് അസറ്റ് ബേസ് എന്നിവയിൽ നിന്നും ക്യാപിറ്റലൈസ് ചെയ്യാനും വിമാർട്ടിന് സാധിച്ചു. ഫിനാൻഷ്യൽ ഇയർ 2022-ന്റെ Q4-ൽ വിമാർട്ടിന്റെ ഓവറോൾ റവന്യൂസിന് 16% അൺലിമിറ്റഡ് സ്റ്റോഴ്സിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്. കമ്പനി നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ചലഞ്ച് റീറ്റെയിൽ സെക്ടറിലുള്ള ഇന്ത്യൻസ് കോമ്പറ്റീഷൻ ആണ്. ഒരുപാട് അൺഓർഗനൈസ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ് പ്ലേയേഴ്സ് അവരുടെ കോമ്പറ്റീഷൻ നേരിട്ടും ഓൺലൈൻ സെഗ്മെന്റ് വഴിയും വിമാർട്ടിന് നേരിടേണ്ടി വരുന്നുണ്ട്. ഇനി ഈ കമ്പനിയുടെ ചില പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം നമുക്ക്. ഫോർത്ത് കമ്പനി മെട്രോപോളിസ് ഹെൽത്ത് കെയർ ലിമിറ്റഡ്. ഇന്ത്യ, സൗത്ത് ഏഷ്യ, ആഫ്രിക്ക ആൻഡ് മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലായുള്ള വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡയഗ്നോസ്റ്റിക് ചെയിൻ ആണ് മെട്രോപോളിസ് ഹെൽത്ത് കെയർ. ഫിനാൻഷ്യൽ ഇയർ 2022-ൽ 13.4 മില്യൺ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുകയും 25.7 മില്യൺ ടെസ്റ്റുകൾ നടത്തുകയും ചെയ്തു ഇവർ. ഒക്ടോബർ 2021-ൽ ഹൈടെക് ലാബ്സിനെ ഏറ്റെടുത്തുകൊണ്ട് സദേൺ ഇന്ത്യയിലും പ്രസൻസ് ഉണ്ടാക്കി.
ജൂൺ മാസം ഈ കമ്പനിയുടെ എത്ര ക്വാണ്ടിറ്റിയാണ് മ്യൂച്വൽ ഫണ്ട് വാങ്ങിയത് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നെറ്റ് ക്വാണ്ടിറ്റി ബോട്ട് 9,37,064 crores, അപ്രോക്സിമേറ്റ് വാല്യൂ 141.63 crores. COVID-19 കാരണമുള്ള തടസ്സങ്ങൾക്കിടയിലും നോൺ കോവിഡ് റവന്യൂവിൽ 7% ഗ്രോത്ത് കാണിച്ചു കമ്പനി. ഇത് കാണിക്കുന്നത് കമ്പനിയുടെ അഗ്രസീവ് B2C മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജിയിലൂടെ കമ്പനിയുടെ പേഷ്യൻസുമായി നല്ല ട്രസ്റ്റ് ബിൽഡ് ചെയ്തു ഇവർ. അത് റവന്യൂ ഗ്രോത്തിനും കാരണമായി. കമ്പനിക്കുള്ള ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ COVID-19 ഇമ്പാക്റ്റ് കുറഞ്ഞു വരുന്നത് കൊണ്ട് ടെസ്റ്റുകളുടെ എണ്ണവും കുറയും എന്നതാണ്. അതിന് പുറമെ ഈ സെഗ്മെന്റിലെ ശക്തമായ കോമ്പറ്റീഷൻ ഇൻഡസ്ട്രി വൈഡ് മാർജിൻസ് ടൈറ്റ് ആക്കി തന്നെ നിർത്തും. മാത്രമല്ല ഫാം ഈസി ഈ അടുത്ത് മെട്രോപോളിസിന്റെ സ്ട്രോങ് കോമ്പറ്റീറ്ററായ തൈറോകെയർ ടെക്നോളജീസിനെ മേജർ ഷെയറും ഏറ്റെടുക്കുകയും ഉണ്ടായി. അതേസമയം ഈ ഇൻക്രീസിംഗ് കോമ്പറ്റീഷൻ കാരണം മെട്രോപോളിസിന് ഒരു സ്ട്രാറ്റജിക് ബയ്യർക്ക് സ്റ്റേക്ക് വിൽക്കേണ്ടിയും വന്നേക്കാം. ഇതൊക്കെയാണ് ചലഞ്ചസ്. ഇനി ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് സ്ക്രീനിൽ കാണാം. ഫിഫ്ത്ത് കമ്പനി ഈതർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. Complex and differentiated chemistry and technology core competencies എന്നിവ ഇൻവോൾവ് ആയ അഡ്വാൻസ്ഡ് ഇന്റർമീഡിയറ്റ്സ് ആൻഡ് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ് ഈതർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഫാർമസ്യൂട്ടിക്കൽ, അഗ്രോകെമിക്കൽ, മെറ്റീരിയൽ സയൻസ്, കോട്ടിംഗ്, ഹൈ പെർഫോമൻസ് ഫോട്ടോഗ്രാഫി, അഡിറ്റീവ് ആൻഡ് ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെന്റ്സ് തുടങ്ങിയവയിൽ അപ്ലൈ ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് ഈ കമ്പനിയുടേത്. 2013 കമ്പനി തുടങ്ങിയത്. ഫിനാൻഷ്യൽ ഇയർ 2017 വരെയുള്ള ഫസ്റ്റ് ഫേസിൽ കമ്പനി ഫോക്കസ് ചെയ്തത് ടീം ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് ചെയ്യാനും കോർ കോമ്പീറ്റൻസീസ് ബിൽഡ് ചെയ്യുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലുമാണ്. ഫിനാൻഷ്യൽ ഇയർ 2018 ആരംഭിച്ച സെക്കൻഡ് ഫേസിലാണ് റവന്യൂ ജനറേഷൻ ഓപ്പറേഷൻസ് തുടങ്ങിയത്. ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനീസിൽ ഒന്നാണ് ഈതർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. കഴിഞ്ഞ 3 ഇയേഴ്സിൽ 43% CAGRന്റെ സെയിൽസ് ഗ്രോത്തും 67% CAGRന്റെ പ്രോഫിറ്റ് ഗ്രോത്തും കാണിച്ചിട്ടുണ്ട് ഈ കമ്പനി. ജൂൺ മാസം ഈ കമ്പനിയുടെ എത്ര ക്വാണ്ടിറ്റിയാണ് മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിയതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നെറ്റ് ക്വാണ്ടിറ്റി ബോട്ട് 57,31,329 crores, അപ്രോക്സിമേറ്റ് വാല്യൂ 406.78 crores. കമ്പനിയുടെ ഒരു കീ സ്ട്രെങ്ത് എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. 4-MEP, MMBC, T2E, OTBN, N-octyl D-glucamine, ഡെൽറ്റ വാലറോലാക്ടോൺ, ബിഫെൻത്രിൻ ആൽക്കഹോൾ തുടങ്ങിയവയുടെ മികച്ച പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയും റെപ്യൂട്ടഡ് ക്ലയൻസും കസ്റ്റമേഴ്സുമായിട്ടുള്ള സ്ട്രോങ് റിലേഷൻസും ഒക്കെ കാരണം സ്പെഷ്യാലിറ്റി കെമിക്കൽ ബിസിനസ്സിലുള്ള എസ്റ്റാബ്ലിഷ്ഡ് മാർക്കറ്റ് പൊസിഷൻ തന്നെയാണ് കീ സ്ട്രെങ്ത്. സ്ട്രോങ് ആൻഡ് റെപ്യൂട്ടഡ് കസ്റ്റമർ ബേസ് എന്ന് പറയുമ്പോൾ അതിൽ BYK കെമി, കോർട്ടേവ, ഡെവീസ് ലാബ്, ആർത്തി ഡ്രഗ്സ് ലിമിറ്റഡ്, മോയസ് കാറ്റ്ലാന, നിയോജൻ കെമിക്കൽസ് തുടങ്ങിയവരൊക്കെ ഉണ്ട്. മൾട്ടിപ്പിൾ കെമിസ്ട്രീസ് ആൻഡ് മൾട്ടിപ്പിൾ ടെക്നോളജീസ് ഉപയോഗിച്ച് പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യാൻ കണ്ടിന്യൂസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനിയെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ വികസിപ്പിക്കാനും എൻഡ് യൂസർ ഇൻഡസ്ട്രി ഡൈവേഴ്സിഫൈ ചെയ്യാനും ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഇത് റവന്യൂ ഗ്രോത്തും ഉണ്ടാക്കുന്നു. ഫാർമസ്യൂട്ടിക്കൽ, മെറ്റീരിയൽ സയൻസ്, അഗ്രോകെമിക്കൽ, ഇലക്ട്രോണിക് കെമിക്കൽ, ഫൈൻ ഓർ സ്പെഷ്യാലിറ്റി കെമിക്കൽ ഇൻഡസ്ട്രീസ് ഒക്കെ ഈ കമ്പനിയുടെ ഡൈവേഴ്സ് എൻഡ് യൂസർ സെഗ്മെന്റ്സ് ആണ്. കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിന്റെ സ്ട്രോങ് ടെക്നിക്കൽ ആൻഡ് ബിസിനസ് അക്യുമെൻ എന്ന് വെച്ചാൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ഓവറോൾ ബിസിനസ് റിസ്ക് പ്രൊഫൈലിനെ സപ്പോർട്ട് ചെയ്യുകയും സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. കൂടാതെ ഇവരുടെ പല കീ പ്രൊഡക്റ്റുകൾക്കും ഇവർ തന്നെയാണ് ഓൺലി ലാർജ് സ്കെയിൽ മാനുഫാക്ചറർ ഇൻ ഇന്ത്യ. ഇതൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജും ഇവർക്ക് നൽകുന്നുണ്ട്. ഒപ്പം മാർക്കറ്റ് പൊസിഷൻ സ്ട്രോങ് ആക്കുന്നുമുണ്ട്. ഒരു പ്രധാന ചലഞ്ച് ഉള്ളത് പുതിയ ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്യാനുള്ള കാപ്പെക്സ് അണ്ടർടേക്കിംഗ് ആണ്. ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ള കാപ്പെക്സ് ഏകദേശം 190 crore rupees വരും. ഫിനാൻഷ്യൽ ഇയർ 22 ആൻഡ് ഫിനാൻഷ്യൽ ഇയർ 23 ഇത് ഇറക്കാൻ പോകുന്നത്. കൃത്യസമയത്ത് ബജറ്റിനകത്ത് തന്നെ കാപ്പെക്സ് ഇറക്കാൻ പറ്റുമോ എന്നതും കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ കൃത്യമായ സമയത്ത് തുടങ്ങാൻ കഴിയുമോ എന്നതും അങ്ങനെ ഈ പ്രൊജക്ട്സിൽ നിന്നും വരുന്ന റവന്യൂവും ഒക്കെ കാര്യമായി മോണിറ്റർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് മ്യൂച്വൽ ഫണ്ട് ഹൗസസ് 2022 ജൂണിൽ ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ള ടോപ്പ് 5 സ്മോൾ ക്യാപ് സ്റ്റോക്സ്. ഈ വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് മാത്രമുള്ളതാണെന്ന് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നമ്മൾ ഒരു തരത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ നൽകുന്നില്ല. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു ഗ്രോ ചാനൽ ഫോർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അബൌട്ട് ദ മാർക്കറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.